ഹായ്, കഥ പറയട്ടെ കേട്ടോ. പിന്നെ ഹൈറമോളെ കഥ പറയാൻ പോവുകയാണ്. ഹൈറമോൾ മാത്രമല്ല, ബാക്കി എല്ലാ മക്കളും, ഒരുപാട് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ കഥ പറയാൻ പോവുകയാണ് കേട്ടോ. ഡംബടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ട. പണ്ട് ഒരു കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ഉമ്മയും മോനും താമസിച്ചിരുന്നു കേട്ടോ. ഉമ്മ പുറത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ മോനോട് പറഞ്ഞ്, മോനെ ഈ പുറത്തേക്കൊന്നും പോകരുത്, ഉമ്മ പോയി വരുന്നവരെ നല്ല കുട്ടിയായിട്ട് ഈ ഉടലിലിരിക്കണം എന്ന് പറഞ്ഞു. ഉമ്മ പോയ തഞ്ചം നോക്കിയിട്ട് മോന് പുറത്തേക്ക് കാട്ടിലേക്ക് പോയി, കളിക്കാൻ വേണ്ടി പോയി. കാട്ടിലേക്ക് പോയപ്പോൾ മോൻ ആ കാട്ടിൽ അകപ്പെട്ടു പോയി. ഇങ്ങനെ മോന് വീട്ടിലേക്ക് വരാനുള്ള വഴി അറിയാതെ മോൻ കുറേ കരഞ്ഞ് വഴി തെറ്റി കാട്ടിൻ്റെ ഉൾക്കാട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു ഗുഹ കണ്ട്. രാത്രിയായി. അപ്പോൾ രാത്രിയായപ്പോൾ ഒരു ഗുഹ കണ്ട് മോൻ ആ ഗുഹയിൽ കയറി അവിടെ നിന്ന് ഉറക്ക കരഞ്ഞ് ഇന്നാരെങ്കിലും എവിടെയും ഉണ്ട്. അപ്പോൾ ആ വഴിയെ പോണ ആദിവാസികളെപ്പോലുള്ള 3-4 ആളുകൾ ആ കുട്ടി കണ്ട്. എല്ലാവരോട് പറഞ്ഞ് എന്നെ ഒന്ന് വീട്ടിലാക്കി തരുമോ? അപ്പോൾ അവർ പറഞ്ഞില്ല മകനെ, തോനെ സമയം വൈകിപ്പോയി, അതുകൊണ്ട് ഇന്ന് വീട്ടിലാക്കാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല. ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങൾ ഇറങ്ങും, അതുകൊണ്ട് മോനും ഗുഹയിൽ തന്നെ ഇരുന്നു, ഒരു കല്ല് നീക്കി വെച്ചിട്ട് ഇരുന്നു. നാളെ നേരം വെളുത്ത് ഞങ്ങളൊക്കെ ജോലിക്ക് പോണ സമയത്ത് മോനും ഗുഹയിലുണ്ടെങ്കിൽ ഞങ്ങൾ മോനെ വീട്ടിലാക്കി തരാം എന്ന് പറഞ്ഞു. അതിലൊരാളെ ചെണ്ട വിൽക്കുന്ന ആളായിരുന്നു. അയാളുടെ വകയായിട്ട് ഒരു ചെണ്ട കൊടുത്തു. വേറെ ഒരാൾ മഴ വിൽപ്പനക്കാരായിരുന്നു. അയാളെ വകയായിട്ട് ഒരു മഴ കൊടുത്തു കുട്ടിക്ക്. വേറെ ഒരാൾ ഒരു PP വിൽപ്പനക്കാരനായിരുന്നു. അയാൾ ഒരു PP കുട്ടിക്ക് കൊടുത്തു. ഒരാൾ ഒരു ഒലക്ക വിൽപ്പനക്കാരനായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഈ കുട്ടിക്ക് ഒലക്കയും BPയും മഴവും എല്ലാം കൊടുത്തുകൊണ്ട് എല്ലാവരും പോയി. രാത്രിയായി, കുട്ടിക്ക് ഭയമായി. കുട്ടി രാത്രി പേടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഭയങ്കരമായൊരു ശബ്ദം കേൾക്കുന്നു, മുരളുന്നൊരു ശബ്ദം. അപ്പോൾ നോക്കുമ്പോൾ ആ ഗുഹയുടെ ഉടമയായ നരിയായിരുന്നു. അത് പകൽ മുഴുവൻ യാത്ര ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഹയിൽ വന്നതായിരുന്നു. നരി ചോദിച്ചു, ആരാടാ എൻ്റെ ഗുഹയിൽ കയറിയിരിക്കുന്നത്? ആരാടാ എന്ന് പറഞ്ഞ ഗർജനം കൊണ്ട് ആ കാട് മുഴുവൻ കുലുങ്ങുന്നതായി ആ കുട്ടിക്ക് തോന്നി. പെട്ടെന്ന് കുട്ടിയുടെ അമ്മ പറയും, എപ്പോഴും ധൈര്യം സംഭരിക്കണം, എപ്പോഴും ബുദ്ധി ഉപയോഗിക്കണം എന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞ വാക്ക് ഓർത്തപ്പോൾ കുട്ടി 2 കൈതലും നല്ല ശബ്ദത്തിൽ പറഞ്ഞു, ഞാനാടാ നരിയെ പിടിക്കുന്ന കിരി എന്ന് കുട്ടി പറഞ്ഞു. അതോടുകൂടി നരി ചോദിച്ചു, നരിയെ പിടിക്കുന്ന കിരിയോ? ഞാൻ അങ്ങനത്തെ ഒരു സംഭവം കേട്ടിട്ടേ ഇല്ലല്ലോ, അതാരടാ? അപ്പോൾ അത് ഞാനടാ എന്നീ കുട്ടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ കൈ ഒന്ന് കാണട്ടെ എന്നാൽ. അപ്പോൾ ഈ കുട്ടി മഴ എടുത്ത് പുറത്തേക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ നിൻ്റെ കാലൊന്ന് കാണട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി ഒലക്ക എടുത്ത് കാല് കാണിച്ചു കൊടുത്തു. പിന്നെ നിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ ചോദിച്ചു. കുട്ടി ചെണ്ട മുട്ടുകയും BP ഉറക്കെ വിളിക്കുകയും ചെയ്തു. ഇത് കേട്ട് ചെണ്ടയുടെയും BPയുടെയും ശബ്ദം കേട്ട് നരി പേടിച്ച് ജീവനും കൊണ്ട് ഓടി. നരി ഓടുമ്പോൾ നരി പറയുകയാണ്, ഞാൻ ഏറിയ മൃഗങ്ങളെയും കണ്ടിട്ടുണ്ട്, എന്നാൽ നരിയെ പിടിക്കുന്ന കിരിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നേരം വെളുത്ത് ആളുകൾ കുട്ടിയെ വീട്ടിലെത്തിച്ചു. കുട്ടിയുടെ അമ്മ കരഞ്ഞ് തളർന്നു ഉറങ്ങുകയായിരുന്നു. കുട്ടി ഈ മഴവും മറ്റുള്ള സാധനങ്ങളും ഉമ്മയെ ഏൽപ്പിച്ചു. കുട്ടി പറഞ്ഞു, ഒരിക്കലും ഉമ്മ പറയാത്ത സ്ഥലങ്ങളിൽ ഞാൻ ഇനി പോവില്ല ഉമ്മ, അതിനുള്ള പാഠം പടച്ചവൻ എന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടി നല്ലൊരു മകനായി വളർന്നു. ഉമ്മയും മോനും സന്തോഷത്തോടു കൂടി ജീവിച്ചു വന്നു. ഡംബടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ട. ഡംബടം ബണ്ടടം ബണ്ടം ബടം ബണ്ട. അടുത്ത കഥയായി വരുന്നവരെ എല്ലാ മക്കൾക്കും